ഹലോ ഗൈസ്, സോ നമ്മൾ റിപ്പീറ്റേഴ്സിനോട് എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന വീഡിയോ സീരീസിലുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും വീഡിയോ കാണാത്ത ആൾക്കാർ ഡെഫിനറ്റ്ലി പോയിട്ട് അത് കാണണം. അതിനുള്ള ലിങ്ക് ഇതാ ഇവിടെ വരുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാൻ പോയി കാണുക എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഒരു സീരീസ്, ഈ ഒരു വീഡിയോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കാണ്. സോ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഒരു റിപ്പീറ്റിംഗ് കോഴ്സ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഡെഫിനറ്റ്ലി നിങ്ങളിൽ ഒരുപാട് ആളുകൾ വിചാരിക്കുന്ന കാര്യം തെറ്റാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡോപ്പയിലേക്ക് വരുന്ന കോളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ ഇപ്പോൾ അതിനകത്തുള്ള കാര്യം? എല്ലാവരും പറയും നമ്മൾ നീറ്റ് എക്സാമിന് വരേക്കും നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 വട്ടം 3 വട്ടം 4 വട്ടം 5 വട്ടം റിവൈസ് ചെയ്തിട്ടാണ് നമ്മൾ നീറ്റ് എക്സാം എഴുതിയതുണ്ടാവുക. ആൻഡ് നീറ്റ് എക്സാമിൽ നമ്മൾ വിചാരിച്ചത്ര എത്താൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട് പേരുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ടേക്ക് റിവൈസ് ചെയ്താൽ മതി. കാരണം 5 വട്ടം നമ്മൾ റിവൈസ് ചെയ്തല്ലോ, ഇനി 6, 7, 8 ഇതുപോലെ ഒരു 100 വട്ടം റിവൈസ് ചെയ്തിട്ട് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് കിട്ടും. തെറ്റാണ്, തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നിങ്ങൾ അവസാനത്തെ ഒരു 4 മാസം ഒക്കെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന, റിപ്പീറ്റ് ചെയ്ത സമയത്ത്, റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ മടുത്തിട്ടുണ്ട്, മെന്റലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട്, ഒരുപാട് ടെൻഷനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. റിവിഷൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം, ഒരുപാട് കണ്ടന്റ് ഒരുമിച്ച് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കസക്കി ചെയ്യുന്ന ഈ ഒരു കാര്യം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് ഒരിക്കലും ഒരാൾക്കും ഒരു കൊല്ലമൊന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്നുകൊണ്ട് മനസ്സിലാക്കരുത്. ഫസ്റ്റത്തെ കാര്യം, ഏറ്റവും ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ഈ റിപ്പീറ്റിംഗ് എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. അത് പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹമായിട്ടുള്ള എൻട്രൻസിലേക്ക് 1 വർഷം കൂടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം. ഇത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേറെ ഒന്നിനെ പറ്റി ആലോചിക്കുന്നത്, നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നു. ഫോർ എക്സാമ്പിൾ ബയോളജിയിൽ ലിവിംഗ് വേൾഡ് തുടങ്ങുന്നു, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് തുടങ്ങുന്നു, സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി തുടങ്ങുന്നു. അത് തുടങ്ങി അതിൻ്റെതായ സമയം എടുത്ത് 2 ദിവസമോ 3 ദിവസമോ എടുത്ത് പഠിച്ച് അതിന് ഒരു 10, 250, 300, 400 ക്വസ്റ്റ്യൻ, നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്ത് അതിൻ്റെ വീക്ക്ലി എക്സാം എഴുതി, അടുത്ത ചാപ്റ്റർ പഠിച്ച് അതിൻ്റെ വീക്ക്ലി എക്സാം എഴുതി, അങ്ങനെ ഒരു 5 or 6 മാസം കൊണ്ട് നമ്മൾ ടോട്ടൽ കണ്ടന്റ് റിലാക്സ്ഡ് മോഡിൽ തീർത്തിട്ട് ലാസ്റ്റിലത്തെ 3 months വീണ്ടും ഇൻറ്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ കൊടുക്കും. ഈ റിവിഷൻ കൊടുക്കുന്ന സമയത്തും ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ എന്തെല്ലാം മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഏറ്റവും ബെറ്റർ നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഡീന ടെസ്റ്റ് ഉണ്ട്, ഓർമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊരു അസസ്മെന്റ് ടൂളാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്യേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങളുടെ ലിസ്റ്റും അതിന് ഇൻഡെക്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് എത്രത്തോളം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അതിൽ എത്രത്തോളം ഇംപ്രൂവ്മെന്റ്സ് നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ടെസ്റ്റ് എടുത്തിട്ട് ആ ടെസ്റ്റ് എടുത്ത് ആ ഇംപ്രൂവ്മെന്റ്സ് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത്തവണ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ നോക്കുക. സോ തുടക്കത്തിലുള്ള ഒരു 6 മാസം 5 മാസം ടൈം പീരീഡ് നിങ്ങളുടെ ലേണിംഗ് ടൈം പീരീഡ് ആണ്. നിങ്ങൾ ഇതിനെ പഠിച്ച് മനസ്സിലാക്കാനുള്ള സമയമായിട്ട് തന്നെയാണ് കണക്കൂട്ടേണ്ടത്. അതിനുശേഷമുള്ള 3 or 4 മാസമാണ് നമ്മൾ റിവൈസ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇതുവരെ ചെയ്തതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു ഇയർ എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കരുത്. ഇതുവരെ ചെയ്ത് നമ്മൾ അവിടെ നിർത്തി, ഇനി ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതും നമ്മുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നിങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്തു, ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ലോണം അറിയാം, ഇനി ഞാൻ സെൽഫ് സ്റ്റഡി മതി. മണ്ടത്തരമാണ്. സെൽഫ് സ്റ്റഡി അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഉറപ്പായിട്ടും നല്ല ഗൈഡൻസോട് കൂടിയിട്ടുള്ള ഒരു കോച്ചിങ് സാധനം തന്നെയാണ് നമുക്ക് വേണ്ടത്. സെൽഫ് സ്റ്റഡിയിൽ കിട്ടില്ല എന്നല്ല നമ്മൾ പറയുന്നത്. സെൽഫ് സ്റ്റഡിയിൽ കിട്ടുന്നതിനേക്കാൾ ഒരാളുടെ ഹെൽപ്പോട് കൂടി, ഒരു ഗൈഡൻസോട് കൂടി ചെയ്യുന്ന സമയത്ത് നല്ല പോസിബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. സോ തീരുമാനങ്ങൾ നമ്മൾ എന്താ പറയുക, വൈസറായിട്ട് എടുക്കാൻ തന്നെയാണ് എഗെയിൻ പറയാനുള്ളത്. ഈ സീരീസിൽ ഇനിയും വീഡിയോസ് ഉണ്ടാകും. ആ വീഡിയോസിൽ എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാൻ പറ്റും. ആൻഡ് ഇനി വരുന്ന വീഡിയോസിന്റെ എന്താ പറയുക, നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ബെൽ ബട്ടൺ അമർത്തുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കാം. സോ വിൽ മീറ്റ് യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.